പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന്. സ്തോത്രം. നമുക്ക് അറിയാവുന്ന ഒരു സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. നാം എല്ലാവരും ഒരു ശുഭഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അത് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നു. പ്രിയരെ, നമുക്കൊരു ശുഭഭാവി ഉണ്ടാകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് നിരൂപിക്കുന്നു. എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരമെന്ന് ദൈവം പറഞ്ഞതുപോലെ നമ്മുടെ വിചാരങ്ങളെക്കാൾ അധികമായി നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് നാം ചിന്തിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഒരു ശുഭഭാവിക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നു. നാളുകളായി നാം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ഒരു ഭാവിക്ക് വേണ്ടി അടഞ്ഞുകിടക്കുന്ന ഭാവി എന്ന് പകൽ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലെ ഭാവി സംബന്ധമായ ശുഭഭാവി തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. അവ നന്മയ്ക്കാണ്. സ്തോത്രം. തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് നന്മ ചെയ്യുന്ന നമ്മുടെ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് നാം ഏത് നിലകളിലുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നു, ശുഭഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനെ തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ സംബന്ധമായി കടന്നു പോകുന്നെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ, പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ നല്ലൊരു ഭാവി ഭവനത്തിന് തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. നമ്മേക്കാൾ അധികമായി വിചാരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ നമ്മെ നന്മ ചെയ്യാതെ അനുഗ്രഹിക്കാതെ വിടുകയില്ല. നമ്മെ തിന്മ ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.